നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. ഒരുപാട് ലെങ്ത് വീഡിയോസ് ആയിരിക്കത്തില്ല, കണ്ടന്റ് ആവശ്യപ്പെടുന്ന ലെങ്ത് മാത്രമേ കാണത്തുള്ളൂ, ബോറടിപ്പിക്കത്തില്ല. അന്നേരം തുടരും. നമുക്കറിയാം, ഈ വർഷം ഇറങ്ങിയ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സിനിമ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ്, നമ്മുടെ പ്രകാശ് വർമ്മ, സി ജോർജിൻ്റെ പെർഫോമൻസ്, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയൊരു സിനിമയെന്ന് നമുക്ക് പറയാം. തിയേറ്ററിലെ കളക്ഷൻ ഇന്നലെയാണ് ഇന്നലെ കൊണ്ട് ഏകദേശം ശനിയാഴ്ച കൊണ്ട് നമ്മുടെ ലോക ആ കളക്ഷൻ തകർത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വിട്ടിയേക്കുന്നത്. കേരളത്തിൽ മോഹൻലാലിന് കിട്ടുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ മോഹൻലാൽ പടങ്ങൾക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ, ഒരു ആവറേജ് പടം വന്നാലും, ഇപ്പം നമ്മൾ ഹൃദയപൂർവ്വം പോലും 70 കോടി പിന്നിട്ടെന്ന് പറയുന്നത് അത് ഒരു ഗംഭീര സിനിമ, ഇപ്പുറത്ത് യുണീക്കായ ഒരു സിനിമ ഗംഭീരമായിട്ട് ഓടുമ്പോഴും ഇവിടെ കളക്ഷൻ ഉണ്ട്. പക്ഷേ തുടരും കേരളത്തിൽ നേടിയ കളക്ഷൻ 118 കോടി രൂപയാണ്. അതിന് വേറൊരു വ്യത്യസ്തമായ ഒരു ഘട്ടം എന്ന് പറഞ്ഞ വ്യത്യസ്തമായ കാര്യം എന്ന് പറയുന്നത്, അതിന് 10-21 ദിവസം എതിരാളികളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ചറപറാ സിനിമകൾ പല ഭാഷകളിലും, മലയാള ഹൃദയപൂർവ്വം ഇറങ്ങുന്നു, നമ്മുടെ ഫാസിലിൻ്റെ പടം ഇറങ്ങുന്നു, മദ്രാസി ഇറങ്ങുന്നു, കുറേ സിനിമ ഇറങ്ങുന്നു. ഇപ്പം ഈ ആഴ്ച തന്നെ 2 പടങ്ങളുണ്ട്. 19-ാം തീയതി യുദ്ധ ജോസഫിൻ്റെ പടമുണ്ട്, വള എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അടുത്ത ആഴ്ചയുണ്ട് സിനിമകൾ. അന്നേരം നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പടമുണ്ട്. അത് ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുമ്പോഴും ഈ റെക്കോർഡുകൾ തകർക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ലോക സിനിമ വലിയ കാരണം തിയേറ്ററിൻ്റെ സ്ക്രീനുകൾ കിട്ടണം. അന്നേരവും തിയേറ്ററുകാർ മത്സരിക്കുന്നു, തിയേറ്ററുകാർ ബിഗ് സ്ക്രീൻസ് കൊടുക്കുന്നില്ല. ഇന്നൊക്കെയാണ് എല്ലാം കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനൊക്കെ കൊടുക്കുന്നത്. നല്ല ബിഗ് സ്ക്രീൻ കൊടുത്തില്ല, നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ കൊടുത്തില്ല. പക്ഷെ തുടരിൻ്റെ 118 കോടി നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട്, ഇപ്പോൾ ഇന്ന് നല്ല സ്റ്റഡി കളക്ഷനാണ്, ഇങ്ങനെ പോയി ഒരു ഒക്ടോബർ ആദ്യ ആഴ്ച പിന്നിടുവാണെങ്കിൽ ഒരു പക്ഷേ തുടരും വീഴ്ത്താനുള്ള, കേരളത്തിൽ വീഴ്ത്താൻ, ബാക്കിയുള്ള റെക്കോർഡുകളെല്ലാം തകർത്തു. പക്ഷെ കേരളത്തിൽ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം 90 കോടി കഴിഞ്ഞിട്ടുണ്ട്. 28 കോടി ഇന്നുകൂടെ കഴിയുമ്പോൾ 90 കോടിയാവും. 28 കോടി രൂപ ഇനി കേരളത്തിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള, സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ നിലനിർത്തിയാൽ മാത്രമേ ആ റെക്കോർഡുകൾ തകർക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അത് തകർക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കളക്ഷനിൽ വലിയ ഡ്രോപ്പ് ഇല്ലാതെ വന്നിട്ട് വെള്ളി, ശനി, ഞായർ അത്യാവശ്യം നല്ല കളക്ഷനിൽ പോവുക. അടുത്ത ആഴ്ചയും വലിയ കുഴപ്പമില്ല എന്നിട്ട് വെള്ളി, ശനി, ഞായർ കളക്ഷൻ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒക്ടോബർ ആദ്യ ആഴ്ച തുടരും കേരളത്തിൽ വെട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി അഭൂതപൂർവമായ തിരക്ക് പല ദിവസങ്ങളിൽ വന്നാൽ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഇതിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും കളക്ഷൻ നേടിയ സിനിമ, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിലപ്പം ഈ പറഞ്ഞ പോലെ 10 ദിവസം, 7 ദിവസം, 8 ദിവസം കൊണ്ട് ചിലപ്പോൾ നല്ല കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിപ്പോയേക്കാം. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശം, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലനുസരിച്ച് ഒരു സെപ്റ്റംബർ അവസാനം, ഒക്ടോബർ ആദ്യമായിരിക്കും ചിലപ്പോൾ തുടരും കിട്ടുന്നത്. അതിന് മുമ്പ് കിട്ടിയാൽ ഇതിൻ്റെ അഭൂതപൂർവമായി ഇതിനെ വിസ്മയിപ്പിച്ച ജനങ്ങൾ വീണ്ടും റിപ്പീറ്റ് ഓഡിയൻസ് ഇഷ്ടം പോലാണ്. 5, 6, 7 വട്ടം കണ്ട ഒരുപാട് പേരുണ്ട്. അത്രയും കണ്ട ഈ അടുത്തിടെ കണ്ടൊരു സിനിമയും മലയാളത്തിൽ ഇല്ലെന്നുള്ളതാണ് ലോകയുടെ ഔട്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തുകൊണ്ട്. അന്നേരം തുടരും ഒരു ബെഞ്ച് മാർക്കായിട്ട് കേരളത്തിൽ നിൽപ്പുണ്ട്. കേരളത്തിലെ കളക്ഷൻ അതിനെ വെട്ടുമോ ലോകം എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ പറയാം. എത്ര ദിവസം കൊണ്ട് എന്ന് വെട്ടാം, ഇതൊക്കെ നിങ്ങൾക്ക് കമൻസായിട്ട് പറയാം. കാരണം പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്കാകാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.